എന്താ മോളെ അവിടെ നിന്ന് കളഞ്ഞത്? വാ. എന്താ വേണ്ടേ? കട ഇപ്പൊ തുറന്നല്ലേ ഉള്ളൂ. അതെ, എന്താ കാര്യം? അത് ഞാൻ പിന്നെ വരാം. മോളെ അവിടെ നിൽക്കേ, വന്ന കാര്യം പറ. പേടിക്കണ്ട, എന്ത് കാര്യമാണെങ്കിലും പറയും. ഇതിൽ കുറച്ച് ചില്ലറയുണ്ട്. ഇത് പണയം വെച്ചിട്ട് അരക്കിലോ അരി തരുമോ? വൈകുന്നേരം അമ്മ വരുമ്പോ കാശ് കൊണ്ട് തരാം. മോളതങ്ങി തന്നെ. ഇത് പൊട്ടിക്കാൻ മോക്ക് മനസ്സ് വരുന്നില്ല അല്ലേ? വാങ്ങാൻ എനിക്കും അങ്ങനെ തന്നെ. മോൾ ഇത് കയ്യിലോട്ട് വെച്ചു, എന്നിട്ടാ സഞ്ചിങ്ങാൻ. രണ്ട് ബീഡിയും കൂടെ. പോട്ടെ. മലയാളി വന്നട്ടെ. ഒരു കടുപ്പത്തിലൊരു കട്ടൻ. കച്ചവടമൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട് ശങ്കര? കുറവാ മുതലാളി, തട്ടി മുട്ടി അങ്ങനെ പോണു. ശങ്കരൻ എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് മുതലാളിയോടൊരു കാര്യം. പറഞ്ഞോളൂ മുതലാളി, വളരെ ബുദ്ധിമുട്ടില്ല ഞാൻ. 2 പെൺകുട്ടികളാ. മൂത്തയാള് 12 കഴിഞ്ഞപ്പോ നിർത്തി. ഇളയവുള്ള അസുഖം പിടിച്ച് എപ്പോഴും കിടപ്പില്ല. ആശുപത്രി കൊടുക്കാനും മറ്റുമായിട്ട് കുറച്ച് കാശ് വേണമായിരുന്നു മുതലാളി. ഇവിടുന്ന് കിട്ടുന്നതുകൊണ്ട് കടവാടക കൊടുക്കാൻ പോലും തികയുന്നില്ല. ഇതാ കട്ടൻ. വെച്ചോളൂ. തന്റെ മോള് ഏതുവരെ പഠിച്ചെന്നാ പറഞ്ഞത്? 12 വരെ. പിന്നെ നിവൃത്തിയില്ല, അങ്ങ് നിർത്തി. ഞാനൊരു കാര്യം ചെയ്യാം. തന്റെ മോക്കൊരു ജോലി ശരിയാക്കാം. തനിക്കതൊരു സഹായമായിരിക്കും. എന്തു പറയുന്നു? വളരെ ഉപകാരം മുതലാളി, വളരെ ഉപകാരം. മോളെ, അച്ചാർ മാത്രമേ ഉള്ളൂ, എന്നാലും മുഴുവനും കഴിക്കണം. ഒന്നും കളയരുത് കേട്ടോ. ചേച്ചി, ഞാൻ പോവാട്ടോ. അച്ഛനോട് പറഞ്ഞിട്ട് വേണം പോവാൻ. ഞാൻ സ്കൂളിൽ പോകുന്നു അച്ഛാ. അമ്മ എവിടെ പോയി മോളെ? രാവിലെ ഉഷാന്റിയുടെ വീട്ടിൽ പോയതാ. അച്ഛനെ കരുതി നീ വല്ലാതെ ബുദ്ധിമുട്ടുന്നു അല്ലേ മോളെ? അച്ഛനെന്താ അങ്ങനെ പറയുന്നത്? സ്കൂളിൽ പോയി 4 അക്ഷരം പഠിക്കേണ്ട സമയത്ത് എന്റെ മോള് കരിയും പോകേറ്റ്
എന്റെ അച്ഛൻ അങ്ങനൊന്നും ഓർത്ത് വിഷമിക്കണ്ട. പതുക്കെ, പതുക്കെ. അച്ഛാ, ഓ ഇല്ലല്ല, കോഴിക്കോട്ടെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ ജബ്ബാറിനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതെ അതെ, ഒരു കാര്യം ചെയ്, ആ സ്ലിപ്പ് സൈൻ ചെയ്ത് മുരുകന്റെ കൈവശം കൊടുത്തുവിട്. പറഞ്ഞ സമയത്ത് ചരക്ക് അവിടെ എത്തിയിരിക്കും. ഓ, നിങ്ങൾ ആ ഫോണൊന്ന് തറ വെക്കുന്നുണ്ടോ മനുഷ്യ? പിന്നെ വിളിക്കാം, ബൈ. എപ്പ നോക്കിയാലും ഇതിനുള്ള സംസാരം മാത്രമേ ഉള്ളൂ. പിന്നെ ചേട്ടന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഉണ്ടല്ലോ, വിശാലാക്ഷി, അവരിന്ന് ഇവിടെ വന്നിരുന്നു. നമ്മുടെ വിശാലം ചേച്ചിയോ? എപ്പോ? ഇന്ന് രാവിലെ. എന്നിട്ട് നീ എന്നോട് അക്കാര്യം പറയാത്ത എന്താ? പക്ഷേ ഓ, അതിനത്ര വലിയ പ്രാധാന്യമൊന്നും ഇല്ലാത്തോണ്ട്. അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരാള് വന്നു, അവരുടെ വിഷമങ്ങൾ പറഞ്ഞു, അത്ര തന്നെ. നോക്കുഷേ, വിശാലം ചേച്ചിയുടെ ഭർത്താവ് കിടപ്പിലായിട്ട് നമ്മളൊന്നും അതുവരെ ചെന്നില്ല. എനിക്കോ സമയം കിട്ടാതായിപ്പോയി. നീയെങ്കിലും അതുവരെ ഒന്ന് ചെല്ലേണ്ടതായിരുന്നു. പിന്നെ എന്റെ ചേട്ടാ, നിങ്ങൾ ആളൊരു ശുദ്ധനായി പോയല്ലോ. ചേട്ടനെ ജ്ഞാനശീലൻ എന്നല്ല പെരിടേണ്ടിരുന്നത്, ദാനശീലനാ. ദാനം കൊടുത്തു കൊടുത്ത് വീട് വെളുക്കാറായി. എടോ ഭാര്യയെ, ദാനം എത്ര കൊടുക്കുന്നോ അത് ഏറിയിടും. അതാ അതിന്റെ തത്വം. മതി മതി, ചേട്ടനെ ആഹാരം കഴിക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ ചേട്ടന്റെ വർത്താനം കേട്ട് കേട്ട് ഞാനും ചെലപ്പോ മഹാബലിയായി പോ. na 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 na